നമസ്കാരം. കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനമായ ഒഡീഷയിലെ തീരദേശ ജില്ലയാണ് പുരി. ജഗന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ പുരി പ്രശസ്തമാണ്. ശ്രീകൃഷ്ണൻ, ബലഭദ്രൻ, സുഭദ്ര എന്നിവരെയാണ് ഇവിടെ ആരാധിക്കുന്നത്. മറ്റ് ഹിന്ദു ക്ഷേത്രങ്ങളിലേതിൽ നിന്ന് വ്യത്യസ്തമായി വേപ്പിൻ തടിയിലാണ് ഇവിടുത്തെ വിഗ്രഹങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. ഈ വിഗ്രഹങ്ങൾ ഓരോ 12 വർഷത്തിലും പുതുക്കി നിർമ്മിച്ച് ആചാരപരമായി മാറ്റി സ്ഥാപിക്കുന്നു. കാലാവസ്ഥയ്ക്കനുസരിച്ച് ദേവതകളെ വ്യത്യസ്ത വസ്ത്രങ്ങളും ആഭരണങ്ങളും കൊണ്ട് അലങ്കരിക്കുന്നു. 37,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയുള്ളതാണ് ക്ഷേത്ര സമുച്ചയം. ക്ഷേത്രം ഉയർന്ന കോട്ടമതിലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. 20 അടി ഉയരമുള്ള ഈ മതിൽ മേഘനാഥ പച്ചേരി എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാന ക്ഷേത്രത്തിനു ചുറ്റും കൂർമ്മഭേദ എന്നറിയപ്പെടുന്ന മറ്റൊരു മതിലുണ്ട്. ഈ മതിൽക്കെട്ടിനകത്ത് കുറഞ്ഞത് 120 ക്ഷേത്രങ്ങളുണ്ട്. ഒഡീഷയിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരമുള്ള ക്ഷേത്രം ജഗന്നാഥ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന് 4 കവാടങ്ങളുണ്ട്. പ്രധാന കവാടത്തെ സിംഹദ്വാര എന്ന് വിളിക്കുന്നു. കവാടത്തിന്റെ ഇരുവശത്തുമായി സിംഹങ്ങളുടെ 2 കൂറ്റൻ പ്രതിമകൾ ഉള്ളതിനാലാണ് ഈ കവാടത്തിന് സിംഹദ്വാര എന്ന പേര് ലഭിച്ചത്. ഇവിടുത്തെ 3 വിഗ്രഹങ്ങളും വ്യത്യസ്ത നിറങ്ങളിലുള്ളവയാണ്. ജഗന്നാഥൻ കറുപ്പ് നിറത്തിലും ബലഭദ്രൻ വെളുപ്പ് നിറത്തിലും സുഭദ്ര മഞ്ഞ നിറത്തിലും കാണപ്പെടുന്നു. പ്രധാന ക്ഷേത്രത്തിന്റെ മുകളിൽ കാണുന്നത് 8 കോണുകളുള്ള നീലചക്രമാണ്. 1 ടൺ ഭാരവും 20 അടി ഉയരവുമാണ് ഈ നീലചക്രത്തിന്റേത്. ഈ നീലചക്രത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കൊടി ദിവസേന മാറ്റണമെന്നതാണ് ക്ഷേത്ര നിയമം. അതനുസരിച്ച് എന്നും വൈകുന്നേരം 4 മണിയോടുകൂടി പ്രത്യേക പരിശീലനം ലഭിച്ച 2 പൂജാരിമാർ പുതിയ കൊടിയുമായി ക്ഷേത്രഗോപുരത്തിന് മുകളിൽ കയറി കൊടി മാറ്റുന്നു. ഇവിടെ ദിവസേന നടക്കുന്ന അന്നദാനം വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. പ്രഭാത ഭക്ഷണത്തിൽ 7 ഇനങ്ങൾ അടങ്ങിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അടുക്കളയായ റോസാഘര ഈ ക്ഷേത്രത്തിലേതാണ്. ഈ അടുക്കളയിൽ പാകം ചെയ്യുന്ന എല്ലാ പ്രസാദങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്നത് ലക്ഷ്മിദേവിയാണെന്നും തയ്യാറാക്കുന്ന ഭക്ഷണത്തിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ക്ഷേത്രത്തിന്റെ അടുക്കളയ്ക്ക് സമീപം ഒരു നിഴൽ നായ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് ഒരു വിശ്വാസം. ലക്ഷ്മിദേവിയുടെ അനിഷ്ടത്തിന്റെ അടയാളമായാണ് ഈ നിഴൽ നായയെ കണക്കാക്കുന്നത്. നിഴൽ നായയെ കണ്ടാൽ പാകം ചെയ്ത ഭക്ഷണം ഉടനടി കുഴിച്ചിടുകയും പുതിയ ഭക്ഷണം പാകം ചെയ്യുകയും ചെയ്യുന്നു. പരമ്പരാഗത രീതിയിൽ വിറകടുപ്പും മൺപാത്രങ്ങളുമാണ് പ്രസാദം തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്നത്. ഉള്ളിയും വെളുത്തുള്ളിയും ഇല്ലാതെയാണ് ഇവിടെ ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നത്. ഇവിടെ തയ്യാറാക്കുന്ന ഭക്ഷണം തികയാതെ വരികയോ മിച്ചം വരികയോ ഇല്ല എന്നാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായി പറയുന്നത്. ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന രഥയാത്രയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണിത്. 3 പ്രധാന ദേവതകളെ, അതായത് ജഗന്നാഥൻ, ബലഭദ്രൻ, സുഭദ്ര എന്നീ ദേവതകളെ വലിയതും വിപുലമായി അലങ്കരിച്ചതുമായ രഥങ്ങളിൽ കൊണ്ടുപോകുന്നു. ഈ രഥയാത്രയുടെ ലക്ഷ്യസ്ഥാനം ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്നും 3 കിലോമീറ്റർ അകലെയുള്ള ഗുണ്ടിച്ച ക്ഷേത്രമാണ്. 9 ദിവസമുള്ള ഈ രഥയാത്ര 9ാം ദിവസം ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. ഭക്തജനങ്ങൾ കയർ കൊണ്ട് വലിച്ചാണ് രഥങ്ങൾ കൊണ്ടുപോകുന്നത്. കൂറ്റൻ തടി കൊണ്ടാണ് രഥങ്ങൾ നിർമ്മിക്കുന്നത്. എല്ലാ വർഷവും പുതിയ രഥങ്ങൾ നിർമ്മിച്ചാണ് രഥയാത്രയ്ക്ക് ഉപയോഗിക്കുന്നത്. 3 രഥങ്ങളും 3 പ്രത്യേക പേരുകളിലാണ് അറിയപ്പെടുന്നത്.
ജഗന്നാഥന്റെ രഥം ഗരുഡധ്വജ എന്ന പേരിലും ബലഭദ്രന്റെ രഥം താളധ്വജ എന്ന പേരിലും സുഭദ്രയുടെ രഥം പത്മധ്വജ എന്ന പേരിലും അറിയപ്പെടുന്നു. രഥങ്ങൾക്ക് വലിയ ചക്രങ്ങളാണുള്ളത്. ഓരോ രഥങ്ങളുടെ ചക്രങ്ങളുടെ എണ്ണത്തിലും വ്യത്യാസമുണ്ട്. ജഗന്നാഥന്റെ രഥത്തിന് 16 ചക്രങ്ങളും ബലഭദ്രന്റെ രഥത്തിന് 14 ചക്രങ്ങളും സുഭദ്രയുടെ രഥത്തിന് 12 ചക്രങ്ങളുമാണുള്ളത്. 12ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ഇന്ത്യയിലെ വാസ്തുവിദ്യയുടെ പ്രൗഢി വിളിച്ചോതുന്ന നിർമ്മിതികളിലൊന്നാണ്. ഒഡീഷയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന തീർത്ഥാടന കേന്ദ്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. പുരി ജില്ലയിലാണ് കൊണാർക്ക് സൂര്യക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് 35 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 13ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ശില്പകലയുടെ പുതുമകളും കൊത്തുപണികളുടെ ഗുണനിലവാരവും കൊണ്ട് അതുല്യമാണ്. 1250-ൽ കിഴക്കൻ ഗംഗ രാജവംശത്തിലെ നരസിംഹദേവ ഒന്നാമനാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചതെന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. സൂര്യനെ ആരാധിക്കുന്നതിനായി പണികഴിപ്പിച്ച ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിന്റെ ഘടന ഒരു വരിയിൽ 3 വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. പ്രധാന ദേവാലയത്തെ ഒരു പ്രവേശന കവാടത്തിലേക്കും പ്രാർത്ഥനാ ഹാളിലേക്കും ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇതാണ് പ്രവേശന കവാടം. ഈ കവാടത്തിന്റെ മുൻപിൽ 2 സിംഹങ്ങളെയും കുനിഞ്ഞിരിക്കുന്ന 2 ആനകളെയുമാണ് കാണാനാവുന്നത്. ഇതാണ് പ്രധാന ദേവാലയം. പതിനഞ്ചാം നൂറ്റാണ്ടു മുതൽ 17ാം നൂറ്റാണ്ടു വരെ പലതവണ ക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ടു. 19ാം നൂറ്റാണ്ടോടെ ക്ഷേത്രത്തിന്റെ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെടുകയും കാലഹരണപ്പെടുകയും ചെയ്തു. ആദ്യകാലത്ത് 61 മീറ്റർ ഉയരമുണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ ഭൂരിഭാഗവും ഇപ്പോൾ തകർന്ന നിലയിലാണ്. ഈ ക്ഷേത്രത്തിന്റെ നാശത്തിന്റെ കാരണം വ്യക്തമല്ല. 15ഉം 17ഉം നൂറ്റാണ്ടുകൾക്കിടയിൽ പ്രകൃതിദത്തമായ കേടുപാടുകൾ മുതൽ ക്ഷേത്രം ബോധപൂർവം നശിപ്പിക്കുന്നതുവരെയുള്ള സിദ്ധാന്തങ്ങൾ ഉൾപ്പെടുന്നു. പ്രധാന ദേവാലയം ഒരു രഥത്തിന്റെ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 12 ജോഡി ചക്രങ്ങളും 7 കുതിരകളുമുള്ള ഒരു രഥത്തിന്റെ ആകൃതിയാണ് ക്ഷേത്രത്തിനുള്ളത്. കുതിരകൾക്കെല്ലാം നാശനഷ്ടം സംഭവിച്ച് ഇപ്പോൾ ഒരു കുതിര മാത്രമേ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. മറ്റു പല ഹിന്ദു ക്ഷേത്രങ്ങളെയും പോലെ ഈ ക്ഷേത്രവും ഒരു സ്തംഭത്തിൽ നിലത്തുനിന്നും ഉയർത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ വിസ്തൃതമായ അളവും കൊത്തുപണികളുടെ അസാധാരണമായ ഗുണനിലവാരവും മനോഹരമായ പശ്ചാത്തലവും ഈ ക്ഷേത്രത്തിലേക്കുള്ള സന്ദർശനം അവിസ്മരണീയമാക്കുന്നു. യൂറോപ്യൻ നാവികരുടെ തീരദേശ യാത്രയിലെ പ്രധാന നാഴികക്കല്ലായ ഈ ക്ഷേത്രത്തെ അവർ കറുത്ത പഗോഡ എന്നാണ് വിളിച്ചിരുന്നത്.
ക്ഷേത്രത്തിന്റെ നാശത്തിന്റെ കാരണം സംബന്ധിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. ക്ഷേത്രം ഒരിക്കലും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലെന്നും നിർമ്മാണ വേളയിൽ തകർന്നു വീഴാറുണ്ടെന്നും ആദ്യകാല സിദ്ധാന്തങ്ങൾ പറയുന്നു. നരസിംഹദേവ നാലാമന്റെ ഭരണകാലത്ത് 1384 കെന്തുലി ചെമ്പ് തകിട് ലിഖിതം സൂചിപ്പിക്കുന്നത് ക്ഷേത്രം പൂർത്തീകരിച്ചുവെന്നു മാത്രമല്ല ആരാധനയുടെ സജീവമായ സ്ഥലമായിരുന്നു എന്നുമാണ്. അന്നത്തെ ആളുകൾ ഈ ചക്രം നോക്കി സമയം കണക്കാക്കിയിരുന്നു. ആദ്യ നൂറ്റാണ്ടുകളിൽ കൊണാർക്ക് ഒരു പ്രധാന വ്യാപാര തുറമുഖമായിരുന്നു. ഇപ്പോഴത്തെ സൂര്യക്ഷേത്രം 13ാം നൂറ്റാണ്ടിലേതാണ്. എങ്കിലും തെളിവുകൾ സൂചിപ്പിക്കുന്നത് 9ാം നൂറ്റാണ്ടിലെങ്കിലും കൊണാർക്ക് പ്രദേശത്ത് ഒരു സൂര്യക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരുന്നു എന്നാണ്. ഈസ്റ്റ് ഇന്ത്യ മറൈൻ ബോർഡ് ബംഗാൾ ഗവർണർ ജനറലിനോട് സംരക്ഷണ ശ്രമങ്ങൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും ഇവിടെ നിന്നും കൂടുതൽ കല്ലുകൾ നീക്കം ചെയ്യുന്നത് നിരോധിക്കുക മാത്രമാണ് അക്കാലത്ത് നടപ്പിലാക്കിയ ഏക സംരക്ഷണ നടപടി. ഘടനാപരമായ പിന്തുണയില്ലാത്തതിനാൽ 1848 പ്രധാന ക്ഷേത്രം പൂർണ്ണമായും തകർന്നു വീണു. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈ പ്രദേശത്തിന്റെ അധികാരപരിധിയുണ്ടായിരുന്ന ഖോർദയിലെ രാജാവ് പുരിയിൽ താൻ പണികഴിപ്പിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നതിനായി ചില കല്ലുകളും ശില്പങ്ങളും ഇവിടെ നിന്നും കൊണ്ടുപോയി. ഈ പ്രക്രിയയിൽ ഏതാനും കവാടങ്ങളും ചില ശില്പങ്ങളും നശിപ്പിക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്തെ പുരാവസ്തു സംഘങ്ങളുടെ സംരക്ഷണ ശ്രമങ്ങളാൽ ഇന്ന് നിലനിൽക്കുന്ന ക്ഷേത്രം ഭാഗികമായി പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യൻ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നതിന് 10 രൂപയുടെ ഇന്ത്യൻ കറൻസി നോട്ടിന്റെ മറുവശത്ത് കൊണാർക്ക് സൂര്യക്ഷേത്രം ചിത്രീകരിച്ചിരിക്കുന്നു.